വിവാദങ്ങളിൽ വീണ്ടും ആടിയുലഞ്ഞ് സമസ്ത ലീഗ് ബന്ധം. സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ ചേരികൾ സമൂഹമാധ്യമങ്ങളിൽ തുറന്ന ഏറ്റുമുട്ടലിലാണ്. CAC വിഷയത്തിലെ സാദിഖലി തങ്ങളുടെ പ്രസ്താവന വിവാദമായ PMA സലാമിന്റെ പരാമർശങ്ങളും ആയുധമാക്കിയാണ് ഇരു വിഭാഗത്തിന്റെയും ഏറ്റുമുട്ടൽ. സമസ്തയുടെ മുൻ നേതാവായിരുന്ന EK അബൂബക്കർ മുസ്ലിയാരുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ ചേരികൾ വ്യത്യസ്ത സെമിനാറുകൾ പ്രഖ്യാപിച്ചതായിരുന്നു ഇടവേളയ്ക്ക് ശേഷമുള്ള തുടക്കം. ഇരു വിഭാഗവും ചേരിതിരിഞ്ഞ് പ്രഖ്യാപിച്ച സെമിനാറുകൾ പിന്നീട് നേതൃത്വം ഇടപെട്ട് നിർത്തിവെപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് സമസ്തയുടെ ഔദ്യോഗിക നേതൃത്വമായി വടക്ക് നിൽക്കുന്ന CIC പിന്തുണച്ച് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്തെത്തിയത്. സമസ്തകല ജമിയത്തുൽ ഉലമ തന്നെയാണ് അതിന് അംഗീകാരം കൊടുത്തിട്ടുള്ളതും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. സമസ്ത അതിൻ്റെ അംഗീകാരം എടുത്തു കളഞ്ഞിട്ടൊന്നുമില്ല. അവർക്ക് തെറ്റിദ്ധാരണയാണ്. സമസ്തയുടെ ഒരു രേഖയിലും അത് കാണാൻ പറ്റുകയില്ല. വഫിയ കോഴ്സിന് അംഗീകാരം വിവരിച്ചിരിക്കുന്നു സംസ്ഥ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആരെയിരുന്നു അതൊന്നും ആരും കാര്യമാക്കേണ്ടതില്ല. ഒരു മുഷാവറ അംഗവും അതിനെ തള്ളി പറഞ്ഞിട്ടുമില്ല. അത് സംസ്ഥയുടെ അഭിമാനമാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി എന്നുള്ളത്. ഈ പ്രസംഗം സമസ്തയിലെ ലീഗ് വിരുദ്ധർ ആയുധമാക്കി. എന്നാൽ സാദിഖ് അലി തങ്ങളെ അധിക്ഷേപിച്ചെന്ന് ആരോപിച്ചും സാദിഖ് അലി തങ്ങളെ പിന്തുണച്ചും സാദിഖ് അലി തങ്ങൾക്കെതിരെ പ്രചാരണം നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും SYസിലെ ലീഗ് അനുകൂല നേതാക്കൾ തന്നെ രംഗത്തെത്തി. ഇതിന് പിന്നാലെയാണ് എറണാകുളത്തെ ലീഗ് യോഗത്തിൽ മുജാഹിദ് വിഭാഗക്കാരനായ PMA സലാം സുന്നി ആശയത്തിന് വിരുദ്ധ പ്രസ്താവന നടത്തിയെന്ന ആരോപണം ശക്തമായത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പ്, അതിനപ്പുറം ഒരു തെരീക്കത്തിൻ്റെ ഇമാമമാർ നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും. എന്തിനാ ഇത്ര ഈ മുരീദന്മാരായി നടക്കുന്നത്? എന്തിനാ അതിൻ്റെ ആവശ്യം? നേരിട്ട് പഠിച്ചോണ്ട് പറഞ്ഞാൽ പറ്റും. ഞാനതിൻ്റെ ആളാണ്. അപ്പം അതുകൊണ്ട് നാസർ സാഹിബ് മലയാളത്തിൽ പറഞ്ഞു ഇടയാളന്മാർ വേണ്ട. PMA സലാമിന്റെ ഈ വാക്കുകൾക്കെതിരെ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. സുന്നി വിശ്വാസങ്ങളെ ആക്ഷേപിക്കുന്ന PMA സലാമിനെ ലീഗ് നേതൃത്വം നിയന്ത്രിക്കണമെന്ന് SKSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരസ്യ പ്രഖ്യാപനവും നടത്തി. ഈ വിവാദങ്ങളോടെയാണ് താൽക്കാലിക ശമനമുണ്ടായിരുന്ന സമസ്ത ലീഗ് തർക്കവും സമസ്തയിലെ രാഷ്ട്രീയ ചേരിതിരിവുകളും വീണ്ടും രൂക്ഷമായത്. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.